മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബിന്റെ ദീർഘദൃഷ്ടി എത്രത്തോളം ചെന്നുണ്ടായെങ്കിൽ ഓരോ അഭിപ്രായ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തെ അക്സെപ്റ്റ് ആക്കുന്നത്. അതേപോലത്തെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു. നബി തങ്ങളെ അഭിപ്രായത്തെ ഒട്ടികമേ ഉമർ ഖത്താബിന്റെ അഭിപ്രായം ഒക്കൂടെ യാറത്തതും. അതല്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് ലാസ്റ്റ് ചൊന്നൊരു വിഷയമുണ്ട്. ഉമൈർ ഇബ്നു വഹബും അതേപോലെ സഫ്വാൻ ഇബ്നു അത്തിയ ചൊല്ലെ ഈ രണ്ട് ആൽമാറും സഫ്വാൻ ഇബ്നു ഉമയ്യ ചൊല്ലാലും അതേപോലെ ഉമൈർ ഇബ്നു വഹബ് ചൊല്ലെ ഈ രണ്ട് ആൽമാറും ബദർ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുടുംബത്തിൽപ്പെട്ട ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ അറസ്റ്റിലുള്ള ആ ഒരു വിഷയം. അങ്ങനെ അത് മാത്രല്ല, മുശ്രിക്കീങ്ങളെ ചൊമ്മയാൽമാരെ കൊന്ന കാരണത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലണോ ചൊല്ലെ ഒരു തീരുമാനത്തിക്ക് വന്നയാളായിട്ട് ഉമൈർ ഇബ്നു വഹബ് ചൊല്ലാല്. അപ്പൊ ഉമൈർ ഇബ്നു വഹബും അതേപോലെ സഫ്വാൻ ഇബ്നു ഉമയ്യ ചൊല്ലെ ഈ രണ്ടാൾമാരും ഒട്ടിയെ കൂടിയിട്ടായിട്ട് നബി തങ്ങളെ തലെടുക്കണോ ചെന്നിട്ട് തീരുമാനത്തിക്ക് വേണ്ടതും. ആ സന്ദർഭത്തില് ഈ ഉമൈർ ഇബ്നു വഹബ് ചൊല്ലെ ഇയാൾക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ട് നിന്റെ ആളായിട്ട് സഫ്വാൻ ഇബ്നു ഉമയ്യ ചൊല്ലാല്. എന്തേ ചൊന്നെങ്കിൽ നിങ്ങളെ കടത്തുക്ക് നാ നിൽക്കിற, അതേപോലെ നിങ്ങളെ മക്ക തെരുളായി പോവാറ് ചൊല്ലൊരു പേടിയും നിങ്ങൾക്ക് വേണ്ട, അതിക്കെല്ലാം ജവാബ്ദാരി നാണ് ചൊന്നിട്ട് ഇങ്ങനെ ചൊന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലണുവിനായിട്ട് കടത്തുമ്പത്തുകായിട്ട് കൊല്ലണുവിനായിട്ട് കടത്തരായിട്ട് അങ്ങനെ ഈയനെന്താക്കട്ടെ ചൊന്നെങ്കിൽ മക്ക വിട്ടിട്ടു മദീനത്തെ ബൗണ്ടറിക്ക് തന്റെ വണ്ടല് വണ്ട്. അങ്ങനെ വണ്ടല് വന്നിട്ടാകുമ്പത്തുക ദൂരത്തിലെ വണ്ടിങ്ങനെ വണ്ടതിങ്ങനെ കാണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുറെ സ്വഹാബത്തും ഒട്ടിയെ കൂടിയിട്ട് യതദാക്കറൂന യൗമ ബദരിൻ വമാ അക്രമഹുല്ലാഹു ബിഹി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള സ്വഹാബത്തും ഒട്ടിയെ വെച്ചിട്ട് ബദർ യുദ്ധത്തെ സന്ദർഭത്തില് അല്ലാഹു തആല നിങ്ങൾക്ക് ആക്കിയ എത്രമാ വലിയ ബഹുമാനത്തെയും അതേപോലെ അള്ളാഹു തങ്ങൾ തന്നെ വിജയത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ചർച്ചയാക്കുമ്പോഴത്തേക്കായിട്ട് ഉമൈർ ഇബ്നു വഹബ് ചൊല്ലെ ഈ മനുഷ്യ ഇയല് ദൂരത്തിൽ ഇങ്ങനെ ബണ്ടത് കണ്ട്. അങ്ങനെ ബണ്ടത് കാണുമ്പോഴത്തുക അപ്പായിട്ടിക്കര് അയാളെ ദൂരത്തിൽ നോക്കിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, വല്ലാഹി ഉമൈർ ഇബ്നു വഹബ് മാ ജാ ഇല്ലാ ലിശർറിൻ. അതെ, ഈ ഉമൈർ ഇബ്നു വഹബ് ചൊല്ലെ ഇയല് ഇത് ഉപദ്രവത്തിന് വന്നതല്ലാണ്ട് വേറെന്തുമല്ല. ഈ ഉപദ്രവത്തിക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉപദ്രാക്കൊണ്ടിയായിട്ട് ബന്ധരെ ചൊന്നിട്ടു ഉമർ ഖത്താബ് ചൊന്നു ഈ ഉമൈറായിട്ട് ബദർ യുദ്ധത്തെ സന്ദർഭത്തില് അങ്ങക്ക് ദാലിയാക്കൊണുവിനായിട്ട് പ്രോത്സാഹനം കൊടുത്തതും അതേപോലെ അങ്ങക്ക് ഓരോ വിഷയത്തിലും പിന്നെ പ്രത്യേകമായ അറിവ് കൊടുത്തതും ഈ ഉമൈറായിട്ട് ചൊന്നിട്ടു ഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടുതൽ സ്വഹാബത്തിരട്ടിക്ക് ഇങ്ങനെ ചൊന്നു. അങ്ങനെ ഇയാൾ പറമ്പത്തുക കത്തിയും ആയിട്ടായിട്ട് ബണ്ട്. കാരണം ഇയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലുടെ പ്ലാൻ ഇട്ടുണ്ടായിട്ട് ബണ്ട്. അങ്ങനെ ഇയാളെ കണ്ടിട്ടാകുമ്പോത്തുക ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾക്കൊണ്ടു. നബി തങ്ങളുടെ പോയി ചൊന്നു, യാ റസൂലല്ലാഹ് ഹാദാ ഉമൈർ ഇബ്നു വഹബ് ഖദ് ജാഅ മുതവശ്ശിയൻ ബിസ്സൈഫ്. നബിയെ, ഉമൈർ ഇബ്നു വഹബ് ചൊല്ലെ മക്കത്തെ ഏറ്റവും വലിയ ശൈത്വാൻ അയാള് ഇതാ കത്തി പിടിച്ചുണ്ടു വന്നോണ്ടുണ്ടു നബിയെ ചൊന്നിട്ടുള്ളേ ഒരു മുൻസൂചന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൽഗൊല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോയിട്ട് കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ബർട്ട് ചൊന്നു എന്തിനാക്കട നോക്കുവോ ബർട്ട് ചൊന്നു. അങ്ങനെ അയാള് ബന്ത് സ്വഹാബത്തും നബി ഉൾക്കൊണ്ടു സ്വഹാബത്തുള്ള ആജാക്കിയെ ബന്ത് വന്നിട്ടാകുമ്പോത്തുക കയ്യിലുള്ള കത്തിയെല്ലാം കാണ്ടല്ലേ ಬಂದ ಸಾತಿಗೆ ಉಮರ್ ಇಬ್ನು ಖತ್ತಾಬ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅಲ್ಲಿ പിടിച്ചിട്ട് ലോക്കാക്കിത്ത് അയാള് ആ കത്തിയുള്ളേ ആ ഇതിരമേ ആ ചീലുണ്ടു അതിനെ പിടിച്ചിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ചു വെച്ചിട്ട് ലോക്കാക്കിത്ത് ഉമർ ഖത്താബ് അത്ര വലിയ ശക്തിയായിട്ട് അങ്ങനെ എന്നിട്ട് ഉമർ ഖത്താബ് കൂടുതലുള്ള ബാക്കിയുള്ള മദീനത്തെ കുറെ സ്വഹാബത്തിനെ ചെന്നു. അതെ നിങ്ങെന്താക്കണോ ചൊന്നിട്ടുണ്ടെങ്കിൽ ഈയെല്ലാം നിങ്ങ നിമിത്തങ്ങളെ മുട്ട കൂട്ടിയെ പോവാം, നിമിത്തങ്ങളിട്ട് ജയിപ്പാട്ടുവാ മാത്രമാ വലിയൊരു ഷെയ്ത്താനായിട്ട് കിരിയല് ഈയെല്ലാം നമ്പം പോലെ ഇല്ല, അങ്ങനത്തെ ഡേഞ്ചറസ് പേഴ്സൺ ആയിട്ട് കിരിയ ചെന്നിട്ടു ഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള സ്വഹാബത്തിനെയും തല്ലി അലേർട്ടാക്കിത്ത് നിങ്ങളെല്ലാരും തല്ലി ശ്രദ്ധേയമായിട്ട് ഇക്കൊന്നു ചെന്നിട്ടു
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. കാരണം അത്രയും വലിയ നബി തങ്ങളിട്ടിക്കലിലെ ശത്രുത ഉള്ള ഒരാളായിട്ടിക്കല് ഈ ഉമൈർ ഇബ്നു വഹബ് ചൊല്ലാല്. മാത്രല്ല എത്രയോ മുസ്ലിമീങ്ങൾക്ക് ഉപദ്രാക്കിയാലും കൂടിയായിട്ടിക്കല് ഈ ഉമൈർ ചൊല്ലാല്. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈലെ ലോക്കാക്കിട്ടേ ഇട്ടിക്കല് നബി തങ്ങളെ മുട്ട കൂട്ടിയോണ്ട് പോണ്ടു. അങ്ങനെ നബി തങ്ങളെ മുട്ട കൂട്ടിയ പോകുമ്പോത്തുക ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈലെ ആ കത്തിയുള്ള ചീലടി ഭയങ്കരമായിട്ട് ലോക്കാക്കിട്ട് പിടിച്ചത് ഇങ്ങനെ കണ്ടിട്ടാകുമ്പോത്തുക നബി തങ്ങൾ ചൊത്തു അർസിൽഹു യാ ഉമർ, ഉമറെ അയാൾ ആൾക്ക് ബർട്ടയില് നോക്കൂ എന്തൊരു ആക്കടെ ചൊന്തു പിന്നെ നോക്കുക അയാൾ ആൾക്ക് ബർട്ട ചൊന്തു. അങ്ങനെ അയാൾ മുട്ട വന്ന സാത്തക്ക് ഉമൈർ എന്താക്കിത്ത് അണ്ടത്തെ കാലത്തെ ജാഹിലിയായ കാലത്തിലുള്ള ഗുഡ് മോർണിംഗ് പോലെയുള്ള ഒരു പലക്കൊണ്ട് അൻഇമു സ്വബാഹ ചൊല്ലത് നിങ്ങളെ നാളെ നല്ല ആവട്ടെ ചൊല്ലി ഈ ടൈപ്പറെ ഗുഡ് മോർണിംഗ് ചൊല്ലേ അങ്ങനത്തെ ഒരു ടൈപ്പുടെ തഹിയ്യത്ത് സലാം ചൊല്ലേ ജാഗയില് അയാൾ അങ്ങനെ ചൊന്തു. അപ്പ നബി തങ്ങൾ ചൊന്തു അക്രമല്ലാഹു ബിതഹിയ്യത്തിൻ ഖൈറിൻ മിൻ തഹിയ്യതിക യാ ഉമൈർ, ഉമൈറെ അല്ലാഹു തങ്ങളിട്ടിക അത് പടിപാടിട്ടില്ല, അല്ലാഹു തങ്ങളിട്ടിക അതിരക്കാന ഖൈറായ ഒരു പ്രസന്റേഷൻ അല്ലെണ്ടെങ്കിൽ സലാം ചൊല്ലണു ഞങ്ങൾക്ക് അല്ലാഹു പടിപാട്ടി അത് സ്വർഗത്തെ ആൾമാരെ സലാമും അതായിട്ട് ചൊന്നിട്ടു നബി തങ്ങനെ ചൊന്തു. എന്തുവാട്ടു എന്നിട്ട് ഉമൈർ ഇബ്നു വഹബ് നബി തങ്ങളെ മുട്ട വന്നിട്ട് ആകുമ്പത്തുക നബി തങ്ങൾക്ക് എടുത്ത് പൊമ്മാജാബിക്ക ഉമൈരെ എന്റെ ബന്ധെ ചൊന്ന് കെടുത്തു, എന്റെ ബന്ധന്റെ കൂടെ എന്റെ ബന്ധെ കാരണ ബദർ യുദ്ധത്തെ ചൂട് കല്ലിട്ടായിട്ട് സ്വഹാബത്ത് തിരിച്ചോട്ടുള്ള ടൈമിലായിട്ട് ഉമൈർ ഇബ്നു വഹബ് ചൊല്ലിയല് കത്തിയുമായിട്ട് ഇട്ടിക്കര് നബി തങ്ങളെ മുട്ടബണ്ട്. അപ്പൊ എന്റെ ബന്ധെ ചൊന്ന് കെടുത്തു. അപ്പ ഉമൈറോട് ചൊന്തു മുഹമ്മദ് നാണ് ബന്ധത്തിലേക്ക് ചൊന്നുണ്ടായെങ്കിൽ ഞങ്ങളെ കുറെ ആൾമാരെ നിങ്ങൾ അറസ്റ്റ് ആക്കി വെച്ചിരാറല്ലേ. കാരണം ബദർ യുദ്ധ സന്ദർഭത്തിൽ കുറെ ആൾമാരെ നബി തങ്ങൾ അറസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നത് അറസ്റ്റ് ആക്കിയിട്ട് വെച്ചിരാറല്ലേ. അങ്ങനൊന്നും ബുടുപ്പാട്ടിയോട്ട് പോവാ ചൊന്നിട്ടു അങ്ങനെ റിലീസ് ആക്കുവാ ചൊന്നിട്ടായിട്ട് നാണ് ബന്ധരെ ചൊന്നിട്ടു ഉമൈർ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ടിക ചൊല്ലുമ്പത്തുക അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് അല്ല ഉമൈരെ അങ്ങനെ അറസ്റ്റാക്കിയ ആൾമാരെ ബുടുപ്പാട്ടിയോട്ട് നിങ്ങൾ പോണുണ്ടായെങ്കിൽ പമാ ബാലു സൈഫ് നുക്കിക്ക നിങ്ങ കുഞ്ചിലൊരു കത്തിയുമായിട്ട് വന്നിരാറല്ലേ. ഇതെന്തിലേക്ക് വന്നരേ കുഞ്ചിൽ നിങ്ങൾ ഒരു കത്തിയും പിടിച്ചോ വന്നിരാറല്ലേ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ റിലീസാക്കിയിട്ട് കൊമ്പോണ്ട് ഉണ്ടായെങ്കിൽ ഈ കത്തി വേണ്ടാത്തല്ലേ. അപ്പൊ ഈ ബാലായിട്ട് നിങ്ങൾ എന്തിനാ വന്നിര ഉദ്ദേശം എന്തിനാ ചൊന്ന് കേട്ടാൻ പറ്റും. അപ്പ ഉമൈർ ചൊന്തു അതൊരു കണക്കാക്കണ്ട മുഹമ്മദെ, അതൊരു വലിയ വിഷയം എന്തോ അല്ല, അതിങ്ങനെ പിടിച്ചോ വന്നിരുന്നാണ് ചൊന്നിട്ടു ഇങ്ങനെ അതിനെന്താക്കിത്ത് മെല്ലത് അല്ല സല്ല പോലെ ആക്കി പൊട്ടിത്തു. അപ്പ നബിതങ്ങ ഒക്കല്ലേ എന്നിട്ടായെങ്കില ഒരു വിഷയം നാച്ചല്ലേ മാജിത്ത ഇല്ലാലിഹാദ അല്ല ഉമൈരെ നീന് വെറും ഈ ബദർ യുദ്ധത്തെ സന്ദർഭത്തിലാണ് അറസ്റ്റാക്കിയ ആൾമാരെ റിലീസാക്കണം വേണ്ടിട്ട് നീ ബന്ധരല്ല, പിന്നെ നീ ബന്ധരത്തിലേക്ക് ഒന്നുണ്ടാ നേരെ ചൊല്ലണു നീ ഐക്യ ബന്ധരല്ല, നീ ഐക്യ ബന്ധരമേ അല്ല ചൊന്നിട്ട് ഇങ്ങനെ ചൊന്തു. അപ്പ ഈ ഉമൈർ ചൊന്തു ഇല്ല നബി മുഹമ്മദെ നാണ് ബന്ധര ഐക്യ മാത്രം ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പത്തുകൂ. അപ്പ നബി ചൊന്തു അല്ല ഉമൈരെ നീനും സഫ്വാനും ഇന്ന ജാഗയിൽ മക്കത്തിൽ വെച്ചിട്ട് നിങ്ങൾ തെച്ചിട്ടില്ലാത്ത ചൊന്ന് കെടുത്തു. നീനും സഫ്വാനും ഇന്ന ജാഗയിൽ മക്കത്തിൽ വെച്ച് തെച്ചിട്ടില്ല എന്താ തെച്ചിട്ട് അവിടെ നിങ്ങൾ പലക്ക പറഞ്ഞിട്ടില്ലേ എന്തിനാ നിങ്ങൾ പലക്ക പറഞ്ഞില്ലേ നിങ്ങ പിന്നെ നക്കുമാത്തു കടയില്ലാണ്ടായെങ്കിൽ നക്കുമാത്തു മക്ക തെരുളാവിടെ പേടിച്ചിട്ടല്ലാണ്ടായെങ്കിൽ നാണ് മുഹമ്മദിനെ തലെടുക്കാൻ ചെന്നിട്ടു ഉമൈരെ നീ ഇത് പലക്ക പറഞ്ഞു വന്നരല്ലേ ചൊന്ന് കെടുത്തു. ഇതിന് ഈ പലക്ക പറഞ്ഞു വന്നരല്ലേ എന്നിട്ട് മാത്രല്ല നിന്റെ ആ കടത്തെ നാണോ ഹിസ്സര അതേപോലെ നിന്റെ മക്കളെ തെരുളാമാത്തെ പോലെ നാണോ കൂടെ ചൊന്നിട്ടു നിന്റെ ചൊന്ന ആളല്ലേ സഫ്വാൻ ഇബ്നു ഉമയ്യ ചൊല്ലാല് അതെല്ലാം നിന്റെ ചൊന്നിട്ട് കടത്തിരല്ലേ ചൊന്നിട്ട് ഇങ്ങനെ കെടുത്തു. ഇത് കേക്കലോട് കൂടെ ഉമൈർ എന്താക്കി തോന്നുന്നുണ്ടാ എന്നിട്ട് നിരുത്തങ്ങ ചൊന്തു അത് നിന്റെ കൊണ്ട് സാധ്യമല്ല ചൊന്തു നന്റെ തലെടുക്കരുത് നീ വിചാരിച്ചിട്ട് വന്നല്ലേ അതിനെ കൊണ്ട് സാധ്യമല്ല ചൊന്തു അതിനെ കൊണ്ട് സാധ്യമേ ഇല്ല അത് പടച്ചറ പൊറുക്കലും വിടല ചൊന്തു. ഇത് കേക്കലോട് കൂടെ ഉമൈർ ചൊന്തു അഷ്ഹദു അന്നക റസൂലുള്ളാഹ് നബിയെ ನಾನು ಮುಸ್ಲಿಂ ಅವಡ ನಬಿ ಕಾರಣ ಇಪ್ಪ ನಕ್ಕೊಂತೈತಿ ನಿಂಗ ರಸೂಲ್ ಯಥಾರ್ಥമായ ರಸೂಲ್ ಚೊಂದಿಟ್ಟು ನಕ್ಕಿಪ್ಪ ಒಂತೈತಿ ಕಾರಣ ಚೊಂದನಾಗಿಲಿ ಕದ್ ಕುನ್ನ ಯಾ ರಸೂಲುಲ್ಲಾಹ್ ನುಕದ್ದಿಬುಕ ಬಿಮಾ ಕುಂತ ತಅತೀನಾ ಬಿಹಿ ಮಿನ್ ಖೈರಿಸ್ ಸಮಾ മുഹമ്മദേ നിങ്ങൾക്ക് വഹീ പണ്ടത് ഇത്രത്തോളം ഞാൻ നിഷേധാക്കിക്കൊണ്ടിരുന്ന ഇത്രത്തോളം നിങ്ങൾ വഹീ പണ്ടത് നക്ക് ഞാൻ നിഷേധിച്ചോണ്ടിരുന്ന മാത്രമാ ഇണ്ടിപ്പ നിങ്ങൾക്ക് വഹീ പണ്ടത് അത് കറക്റ്റ് ചൊന്നിട്ടു ഇണ്ട് ഞാൻ അതിനെ എസ്ബെച്ച ഇണ്ട് നക്ക് ഉറപ്പൈത്തത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങ ചെണ്ടാൽ തീർമാനാക്കിയ ഒരു വിഷയ അവിടെ മൂന്നാമത്തെ ഒരാളില്ല
നാനും ഒരാളിട്ട് അത് സ്പ്രെഡ് ആക്കിയിട്ടില്ല. നാനും സഫ്വാനായെങ്കില ഒരാളിട്ട് കയ്യിൽ ചൊന്നിട്ടിക്കല ഞങ്ങ നിങ്ങളെ തലെടുക്കൊണ്ടു വന്നത് ഞങ്ങ ജണ്ടാൾക്ക് മാത്രമായിട്ട് ഒരു വിഷയം കൊണ്ടുള്ളേ. മാത്രല്ല നന്റെ മക്കളെ വിഷയവും നോക്കൂടെ, അതേപോലെ നന്റെ കട തീർക്കടെ ചെന്നിട്ടു ഇതെല്ലാം ചൊന്ന് സഫ്വാനുബ്നു ഉമയ്യ അല്ലാണ്ട് വേറെ ആർക്കും ഈ ഞങ്ങ ജണ്ടാളല്ലാത്ത മൂന്നാമത്തെ ഒരാൾ ഗൊത്തില്ല. അപ്പൊ നക്ക് ഉറപ്പായിട്ട് എന്തിനാ ചൊന്നിട്ടുണ്ടെങ്കിൽ ഈ വിഷയം നിങ്ങൾ ചൊന്നരെ അത് പടച്ചുറപ്പായിട്ട് ചൊന്നിട്ടു മഹാനായ ഉമൈർ ഇബ്നു ഹംസയുടെ അയല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ച് ചൊന്നു ഫൽഹംദുലില്ലാഹില്ലദി ഹദാനി ലിൽ ഇസ്ലാമി വസാഖനി ഹാദൽ മസാഖ്. നബിയെ ഞാൻ ഇണ്ടിൽ പിന്നെ നാണ് നിങ്ങളെ പോലെ നിങ്ങളെ ബാക്കിൽ ഒരു മെമ്പർ ആയിട്ട് ഞാൻ നിൽക്കിരാ ചൊന്നിട്ടു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ചിട്ട് ഇസ്ലാം ധർമ്മയിൽ സ്വീകാരാക്കിടും. എന്നിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചൊല്ലു ഫഖിഹു അഖാകും ഫീ ദീനിഹി വഅഖ്രിഉൽ ഖുർആന വഅത്രിഖു ലഹു അസീറ. സ്വഹാബത്തെ ഈൽക്ക് നിങ്ങ ദീന്റെ വിഷയം നിങ്ങൾ പഠിപ്പാട്ടോറും മാത്രല്ല ഖുർആൻ ഓതുകൊണ്ട് നിങ്ങൾ പഠിപ്പാട്ടോറും അതേപോലെ ഈൽ മക്ക വിട്ടിട്ട് മദീനത്ത് കൂടെ ബന്ധുരന്തിരിക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ കുറെ ആൾമാർ ഈലെ സംബന്ധത്തെ എറസ്റ്റിലുള്ള അയാൾ റിലീസ് ആക്കണോ പിന്നിട്ട് വന്നിട്ട് അയൽ ആൾമാരെല്ലാം നിങ്ങൾ വിട്ടുകൊടുക്കോറോ ചെന്നിട്ടു ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്വഹാബത്തിരട്ടിക പഠിപ്പാട്ടിത്ത്. അങ്ങനെ ഈയൽ എന്താക്കിത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയും സ്വഹാബത്തിന്റെ കൂടെയും ഒട്ടേത് ചെയ്യുന്ന ഖുർആൻ എല്ലാം പഠിച്ചിട്ട് ഒരു നാല് ഈൽ നബിതങ്ങളെ മുട്ട ചൊന്തു നബിയെ ഇന്നി കുന്തു ജാഹിദൻ അലാ ഇത്ഫാഇനൂരില്ല. നബിയെ ഞാൻ മക്കത്തില് ഈ നിങ്ങളെ പരിശുദ്ധമായ ദീന്റെ പൊലിക്കൊണു വേണ്ടിയിട്ട് എത്രമാത്രം അധ്വാനിച്ച ആളായിട്ടിക്കര നാണ്. മാത്രമല്ല എത്രയോ ആൾമാരെ നാണ് ഉപദ്രാക്കിര, എത്രയോ സ്വഹാബത്തിനെ നാണ് ഉപദ്രാക്കിര ഇടങ്ങിയറാക്കിര. ആ കാരണത്തിൽ നബിയെ ഇണ്ടിപ്പ നാൻ എന്തിനെങ്കിൽ നക്ക് സ്വഹാബത്തിനെ കാണ പിർസ വേറെ ആരും നക്കില്ല. തങ്ങ വിശ്വസിക്കുന്ന ആ ദീന്റെ കാണ പിർസ ഒരു ദീന്റെ ടികം നക്കില്ല, തങ്ങളെട്ടികയുള്ള പിർസ വേറെ ആരെട്ടികം നക്കില്ല. ആ കാരണത്തില നബിയെ നക്കിപ്പ മക്കത്തുക്ക് പോകണത് നിങ്ങൾ പെർമിഷൻ തരണു. നാനിപ്പ മക്കത്തുക്ക് പോണ്ട, മക്കത്തുക്ക് പോയിട്ടാ ഞാൻ ഡയറക്റ്റ് ഉൾട്ടായിട്ട് എന്റെ ചെന്നിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം സ്വഭാവത്തിൽ നാൻ എന്താക്കേണ്ടിരുന്ന ദീന്റെ വിഷയത്തിൽ ഞാൻ ഉപദ്രാക്കേണ്ടിരുന്നല്ലേ. നക്ക് ബാക്കിയുള്ള ആൾമാർ നല്ല ചങ്ങായിമാർ അങ്ങനെ നക്കെന്താക്കണു ചെന്നിട്ടുണ്ടെങ്കിലും ദീന്റെ വിഷയം അങ്ങനെ നക്ക് ദീന് കൊമ്പറണു ചെന്നിട്ടു ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ടിക്ക് പെർമിഷൻ കേട്ടിട്ട് പോണ്ടു. അങ്ങനെ പെർമിഷൻ കേട്ടിട്ട് മക്കത്തുക്ക് പോകണു റെഡി ആവിടും. അതേ സന്ദർഭത്തിൽ ഈയല്ല കാത്തോണ്ടുള്ള ആളുണ്ട്. ആർക്കും തൊണ്ട ആര് സഫ്വാൻ ഇബ്നു ഉമയ്യ ചൊല്ലയിൽ ഈയൽ കാത്തോണ്ടുള്ളൂ. ഈയല് മക്കത്തുള്ള വേറെ ഖുറൈശിയായ ആൾമാരായിട്ട് ചെന്നിട്ടുണ്ട്. അബ്ശിറു ബിവഖാത്തിൻ തുൻസികും വഖാത ബദർ. പിന്നെ ഖുറൈശി ആൾമാരെ ഞങ്ങൾ വലിയൊരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് എന്തിനാ ചെന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പൊ ബദർ യുദ്ധത്തെ സന്ദർഭത്തില് ഞങ്ങൾ സോത്ര സമ ഈ സോത്തെതിരെ മറക്കും പോലത്തെ ഒരു നല്ലൊരു ശുഭവാർത്ത ഞങ്ങൾ കേക്കൊണ്ട് കൊണ്ടുവന്നിട്ടും സഫ്വാൻ ഇബ്നു ഉമയ്യ ചൊല്ലി ഈ മനുഷ്യ ബാക്കിയുള്ള കൂടുതൽ ആൾമാരായിട്ട് ചെന്നിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്ത് ഈ പോയിട്ട് നബി തങ്ങളെ തലെടുക്കണു ചെന്നിട്ടല്ലേ. അപ്പൊ ആ ഒരു സന്തോഷ വാർത്ത ഞങ്ങെല്ലാവർക്കും കിട്ടണു കൊണ്ടുവന്നിട്ടും സഫ്വാൻ ഇബ്നു ഉമയ്യ ചൊല്ലി ആൾമാർ അയല് എല്ലാ ആൾമാരെയും സന്തോഷത്തിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരും. അങ്ങനെ ഓരോ മക്കത്തെ ആൾമാരെ മക്കത്തെ പിന്നെ വണ്ടല് ആൾമാർ ഇങ്ങനെ പറമ്പത്തുക ഈലെല്ലാം വിഷയിക്കും. അങ്ങനെ വിഷയിക്കുമ്പത്തുക ഈ ഉമൈർ നബിരമുട്ട പോയെ എല്ലാ വിഷയം അങ്ങ് ചൊന്നു കൊടുക്കാറ് എല്ലാം കൊസിയേറ്റിയൽക്ക്. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഒരു ടീമു മദീനത്തെ മക്കത്തെ എത്തിട്ടാകുമ്പത്തുക ആ വണ്ടയുടെ ടീമിലിട്ടിക്ക് ഈ സഫ്വാനൊക്കെ എടുത്ത് ഉമൈറെ വിഷയം തിരിച്ചൊന്ന് കെടുത്ത്. അപ്പ ആ ടീമിടെ അങ്ങ് ചൊന്നാറ് ഉമൈർ മുസ്ലിമായിടാ ചൊന്നാറ്. ഉമൈർ മുസ്ലിമായിട്ട് അയാൾ മുസ്ലിമായിട്ട് നബി തങ്ങളെ ബാക്കിലയിൽ കൂട്ടിരിച്ചൊന്നിട്ട് ഇങ്ങനെ ചൊന്നിട്ടാകുമ്പത്തുക ഈൽ ഭയങ്കര ടെൻഷനായി പോയിട്ട് ടെൻഷനായി ചൊന്നു അബദൻ അബദ ഇല്ല ഒരിക്കലും ഇനി സഫ്വാനക്ക് ഞാൻ എന്താക്കല ഉപകാരാക്കല ഒരു ഉപകാരം ഞാൻ എന്തും കൊടുക്കല ചൊന്നിട്ട് ഇങ്ങനെ ചൊന്നു. അങ്ങനെ ഉമൈർ റളിയല്ലാഹു അൻഹു മക്കത്തുക്ക് പോയിട്ട് മക്കത്തില് ആൾമാർ ദീനിക്ക് പിന്നെ വിളിക്കുന്നത് തുടങ്ങിട്ട് ഒരു പിന്നെ ദീന്റെ വിരോധിച്ച ആൾമാർക്ക് ശക്തമായിട്ട് മകലട്ടിക്ക് ഹോറാട്ടാക്കണം ചൊന്നിട്ടായിട്ടിക്കര് ഹാനായ ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു അതേപോലെ ഇമാം നൂറുദ്ദീൻ അൽ ഹൈതമി തന്റെ മജ്മഉ സവായിത്തുകളുടെ കിതാബിലെല്ലാം രേഖപ്പെടുത്തിയ സംഭവം കൂടിയായിട്ടിക്കര്. അപ്പൊ ഇവിടെ എന്തിനാണ് ചൊല്ലി ചെന്നിട്ടുണ്ടെങ്കിലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലില്ലേ നീന് ഞങ്ങളെ ഉപദ്രാക്കൊടുകയെ ബന്ധരെ ചൊല്ലില്ലേ. ഈ അഭിപ്രായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ദൂരത്തിൽ നിന്നിട്ടായിട്ടിക്കര് ആ ഉമൈർ പറമ്പത്തിയെ കണ്ട സംഭവമായിട്ടിക്കര് ഇമാമിങ്ങ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തെ ഹൈലൈറ്റ് ആക്കി ചൊല്ലാറ്. അത്രയും ബുദ്ധിയുള്ള ഒരാളായിട്ട് എന്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കര്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയലെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല
ഞങ്ങളെല്ലാരെയും ദുനിയാവും ആഖിറവും അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.